ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മാഗി ഓംലെറ്റ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ? അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിക്കുക. അപ്പൊ അതിന് ഞാനിത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതൊന്നുമല്ല, അത് ഈ ഒരു അളവിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് മാഗിയാണ് ഉണ്ടാക്കുന്നത്. രണ്ട് മാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ക്യാരറ്റ് നല്ലോണം പൊടി പൊടിയായിട്ട് അരിയുക. അത് നമുക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണോ വെച്ചെങ്കിൽ ആ രീതിയിൽ നല്ല പൊടി പൊടിയായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു ക്യാരറ്റിനെ രണ്ട് പീസാക്കിയിട്ട് അതിനെ കുറെ ഇങ്ങനെ കീറി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി മതി കേട്ടോ, മുഴുവൻ എടുക്കണ്ട. അപ്പൊ രണ്ട് മാഗി വെച്ചിട്ടുള്ളതല്ലേ, അപ്പൊ നമുക്ക് ആ ഒരു പകുതി ക്യാപ്സിക്കം തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഒത്തിരി ഇഷ്ടമല്ല മക്കൾക്ക് ഇവിടെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് ആ ഒരു പകുതി തന്നെ ആവശ്യത്തിനുള്ളത് ഉണ്ട്. അപ്പൊ ഇനി ഇതും കൂടെ നല്ലവണ്ണം പൊടി പൊടിയായിട്ട് തന്നെ നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം കേട്ടോ. വലിയ വലിയ പീസാക്കിയിട്ട് കിടക്കരുത് കേട്ടോ. അപ്പൊ ഇതാ ക്യാപ്സിക്കും ക്യാരറ്റും നല്ലോണം പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റൊക്കെ നല്ലോണം ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പൊ കണ്ട ഇതുപോലെ ഞാൻ ഈ രണ്ട് മാഗിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 10 രൂപയുടെ ഒരു മാഗി എടുക്കുന്ന വെച്ചെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ ഈ അളവുകളൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു പാന് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മാഗിയിലൊക്കെ ഉപ്പ് ഉണ്ടാവും, എന്നാലും വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമല്ലോ, ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മാഗി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നീളത്തിലുള്ള മാഗി അല്ല, കുറച്ച് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആക്കി റെഡിയാക്കി എടുക്കണം. അപ്പൊ തന്നെ ഞാൻ രണ്ട് മാഗിയും ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം ഇതൊന്ന് നല്ലോണം ഒന്ന് വരട്ടെ കേട്ടോ. നല്ലോണം തിളച്ചോട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എന്താന്ന് വെച്ചാൽ കട്ട പിടിച്ചിട്ട് നമുക്ക് വെന്ത് കിട്ടുമ്പോ കട്ട പിടിച്ചിട്ട് ആവരുത് കേട്ടോ. നമുക്കിത് വേറിട്ട് കിട്ടണം കേട്ടോ. അപ്പൊ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ മാഗി ചേർത്ത് അപ്പൊ തന്നെ വെജിറ്റബിൾസ് ചേർക്കണ്ട. ഒന്ന് തിള വന്നോട്ടെ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുക. അപ്പൊ അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ ക്യാപ്സിക്കും അതുപോലെ പകുതി ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ ക്യാരറ്റ് ചേർക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്തു കേട്ടോ. നമുക്ക് ആ വെജിറ്റബിൾസ് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ആയി കിട്ടും. പൊടി പൊടിയായി അരിഞ്ഞിട്ടല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് മാഗിയുടെ കൂടെയുള്ള മസാല ഉണ്ടല്ലോ, ആ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ 2 മാഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ 2 പാക്കറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന്റെ പുറമെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ പിന്നെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ നമുക്ക് ഇത് കഴിക്കുമ്പോൾ. അപ്പൊ അതാ 2 മാഗിയും കൂടെ മസാലയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ. നമുക്ക് ഏകദേശം കുക്കായി വന്നിട്ടുണ്ടല്ലോ, ആ സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാഗിയുടെ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. അപ്പൊ ഒന്ന് നല്ല എന്താ പറയാ വേറിട്ട് കിട്ടണം. പിന്നെ നമ്മളിതിൽ എണ്ണ ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മള് വെള്ളം ഒഴിച്ച് പിന്നെ അങ്ങനെ വേവിച്ചെടുക്കല് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഒരു മാഗി കിട്ടാൻ. ഒത്തിരി വെന്ത് വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞു പോവരുത് കേട്ടോ. പക്ഷെ നമ്മുടെ മാഗി കുക്കാവുകയും വേണം. കണ്ട ഇതുപോലെ നമുക്ക് ആയി കിട്ടണം കേട്ടോ. കട്ട പിടിക്കാണ്ട് കുക്കായി കിട്ടാൻ വേണം. കട്ട പിടിച്ച് പോവരുത്, ഉടഞ്ഞും പോവരുത് കേട്ടോ. കണ്ട ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. 2 മുട്ട മതിയാകും കേട്ടോ. അപ്പൊ കുറച്ച് വലിയ പാനിലാണ് നമ്മളിത് ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കുന്നത് വെച്ചെങ്കിൽ
3 മുട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പം ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു 2 മാഗിക്ക് 2 മുട്ട തന്നെ ധാരാളമാണ്. ഞാൻ 3 എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു പച്ചമുളകാണ് കേട്ടോ അത്. ആ ഒരു പച്ചമുളകിനെ നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ആ മാഗിയിലൊക്കെ തന്നെ ഉപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ദോശക്കല്ലാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാൻ, ഫ്രൈ പാൻ ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ദോശക്കല്ലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് കുറച്ച് വലിപ്പമുള്ളതല്ലേ. അപ്പൊ ഒരു 3 മുട്ടൊക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. 2 മുട്ട മതി. അതന്നെ നമുക്ക് കറക്റ്റ് 2 മുട്ട തന്നെയാണ് കേട്ടോ. അപ്പൊ പിന്നെ 3 എടുത്തിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ 2 ഉള്ളെങ്കിൽ അത് മതി. അപ്പൊ ഇനി ആ ഒരു മുട്ട നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന്റെ മുകൾ ഭാഗം നല്ലോണം കുക്കാവാൻ വേണ്ടി നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് അതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി കേട്ടോ. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വലിഞ്ഞ് അതിന്റെ മുകൾ ഭാഗം കിട്ടും. അപ്പൊ എന്നിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് നല്ലോണം ചെറുതാക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു മാഗി ഉണ്ടല്ലോ, ആ മാഗീനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് മുട്ട ഇപ്പോഴും ഇങ്ങനെ കലങ്ങിയ പോലെ തന്നെ കിടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മാഗീനെ മൊത്തമായിട്ടൊന്ന്, ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഓംലെറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് മോൾക്ക് ഇതുപോലെ മുളക്, നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മുളക് ഇട്ടല്ലോ, അപ്പോൾ അവൾക്ക് പച്ചമുളക് ഇട്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു ലേശം ഞാൻ മാറ്റി വെച്ചു. നമുക്ക് ചെറിയൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സോസോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ ചീസൊക്കെ ഉണ്ട് ഇഷ്ടമാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് മയണൈസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിതിൽ കുറച്ച് ടൊമാറ്റോ സോസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഓംലെറ്റിന്റെ അടിഭാഗമൊക്കെ ഓൾറെഡി കുക്കായിട്ട് തന്നെ കിടക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഓംലെറ്റ് റെസിപ്പി അടിപൊളിയായിട്ട് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടോ. അപ്പൊ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പൊ അത് കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് പൊട്ടി പോകുന്നില്ല കേട്ടോ. അത് എടുക്കുമ്പോൾ നമുക്ക് 3 മുട്ട ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പൊ ഇതാ നമ്മുടെ മാഗി ഓംലെറ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, വയറ് നിറയും കേട്ടോ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പൊ അതിന്റെ കൂടെ ഞാൻ കുറച്ച് സോസും കൂടെ ഒഴിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ കയറി കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം. അത് ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പൊ കണ്ട നമ്മുടെ മാഗി വെച്ചിട്ടുള്ള ഓംലെറ്റ്, മാഗി ഓംലെറ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവരും കഴിച്ചു നോക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഒരിക്കൽ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് മാറാനും ഇത് മതി കേട്ടോ. അപ്പൊ ഇനി മാഗി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ മാഗി വെച്ചുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.